നെയ്യാർ ഡാമിൽ ചാടിയ യുവതിയുടെ മൃതദേഹം കണ്ടെടുത്തു. തിരുവനന്തപുരം RS നിവാസിൽ 32 വയസ്സുകാരിയായ ശരണ്യയാണ് മരിച്ചത്. തിരുവനന്തപുരം RTO ഉദ്യോഗസ്ഥയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ സ്കൂബ ഡൈവിംഗ് ടീം നടത്തിയ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് റിസർവോയറിൽ നിന്നും മൃതദേഹം കണ്ടെടുത്തത്. ഇന്നലെ വൈകുന്നേരം നെയ്യാർ ഡാം പരിസരത്തെത്തിയ ശരണ്യ ടിക്കറ്റ് എടുത്ത് അകത്ത് പ്രവേശിക്കുകയും 6 മണിയോടെ അണക്കെട്ടിന് മുകളിൽ നിന്നും താഴേക്ക് ചാടുകയുമായിരുന്നു. ശരണ്യയുടേതെന്ന് കരുതുന്ന സ്കൂട്ടർ അണക്കെട്ടിന്റെ കൈവരിക്ക് സമീപവും മൊബൈൽ ഫോണും പേഴ്സും അണക്കെട്ടിന് മുകളിലും കണ്ടെത്തിയിരുന്നു. കൂടാതെ താഴെ ഭാഗത്തു നിന്നും ചെരുപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ നെയ്യാർ ഡാം പോലീസും ഫയർഫോഴ്സും ഇറിഗേഷൻ വകുപ്പും ചേർന്ന് ഇന്നലെ രാത്രി വൈകുവോളം തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താനായിരുന്നില്ല. ഇന്ന് രാവിലെ തിരുവനന്തപുരത്തുള്ള സ്കൂബ ടീം എത്തിയതോടെയാണ് തിരച്ചിൽ ഊർജിതമായത്. പരിശോധന സുഗമമാക്കുന്നതിനായി കനാലിലേക്കുള്ള ചെറിയ ഷട്ടറുകൾ താൽക്കാലികമായി അടച്ചിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. GTV ന്യൂസ്, നെയ്യാർ ഡാം.